അയ്യോ സോറി ഞാനതിന് സോറി സോറി ഞാനതിന് ഒരു മിനിറ്റ്. നമുക്ക് ജനറൽ ഷെയറിങ്ങിന്റെ മീറ്റിംഗ് സമയം അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് വിഷയാവതരണത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം മദ്യപാനമല്ല ചിന്തകളാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളതാണ്. ബൈച്ചേട്ടൻ മൂവാറ്റുപുഴയാണ് വിഷയാവതരണം നടത്തുന്നത്. അദ്ദേഹത്തിന് ഇത്തിരി നേരത്തെ പോകണമെന്ന് പറയുന്നത് കൊണ്ടാണ് 8:30 മീറ്റിംഗ് ആരംഭിക്കുന്നത്. അപ്പം ബൈച്ചേട്ടൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ദയവായിട്ട് എല്ലാവരും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ച് കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബൈച്ചേട്ടനെ ജ്വാല ഓൺലൈൻ മീറ്റിംഗിന്റെ പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം വിഷയാവതരണത്തിനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ബൈച്ചേട്ടൻ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, താങ്ക് യു. ഓക്കെ. പ്രിയമുള്ളവരെ, അമിത മദ്യാസക്തനാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ടും ആൽക്കഹോളിക്സ് അനോണിമസിലായിരിക്കുന്നതുകൊണ്ടും ഇന്ന് ഈ നിമിഷം വരെ മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് സൈജു. വളരെ സന്തോഷം. എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം ജ്വാലയില് ഒരു ഷെയറിങ്ങിനുള്ള അവസരം വന്നു. ഇടയ്ക്ക് എന്നെ രാമേട്ട വിളിക്കാറുണ്ട്. രണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയാതെ ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും ഇന്ന് അതിനുള്ള ഒരു സാഹചര്യം വന്നു. അതുപോലെ തന്നെ അതിനുള്ള ഒരു നന്ദി, ദൈവാനുഗ്രഹം. കൂട്ടായ്മയോട് ആത്മാർത്ഥമായി നന്ദി പറയാണ്. എന്തായാലും ഞാൻ സ്ട്രൈറ്റ് അവേ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ചിന്തകള് ആണ് പ്രശ്നം, കുടിയല്ല പ്രശ്നം. ഇതാണ് വിഷയം. എൻ്റെ ഈ കൂട്ടായ്മയിലൂടെയുള്ള സഞ്ചാരം ഇന്ന് 15 വർഷവും 7 മാസവും 29 ദിവസവുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ഈ കാലത്തിന് മുമ്പായിട്ട് ഞാൻ ഈ കൂട്ടായ്മയെ കണ്ടെത്തിയ ആദ്യ സമയത്തൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എനിക്കിത് എന്ത് പറ്റി, എനിക്കിത് എന്താണ് പ്രശ്നം. അപ്പോ എന്റെ കുടി എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്ന ചിന്തകള് ആ കാലഘട്ടങ്ങൾ മുതലേ പലപ്പോഴും മനസ്സിൽ തോന്നി. എന്റെ കൂടെ കുടിച്ച ആർക്കും ഒരു പ്രശ്നമില്ല. അവര് എപ്പോഴെങ്കിലുമൊക്കെ ഒക്കേഷണലി കഴിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കുന്നത്, നിയന്ത്രിച്ച് കഴിക്കുന്ന ആൾക്കാർ, ഇവരുടെയൊക്കെ ഇടയിൽ ഞാൻ മാത്രം ഒരു വ്യത്യസ്തനായ ആളായി മാറുന്നു. അവിടെയാണ് കൂട്ടായ്മയിൽ ആ സമയത്തൊക്കെ ഇടയ്ക്ക് പ്രോഗ്രാമിലൊക്കെ വന്ന്, പിന്നീട് റിലാപ്സ് കാലഘട്ടങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ആദ്യ കാലഘട്ടത്തിലൊക്കെ വന്നപ്പോൾ തന്നെ പഴമക്കാർ പറഞ്ഞ കേട്ട ഒരു വാക്കാണ്, നിന്റെ കുടിയല്ല പ്രശ്നം, നിന്റെ ചിന്തയാണ് പ്രശ്നം. അപ്പൊ നിന്റെ ചിന്തകൾക്കാണ് ട്രീറ്റ്മെന്റ് വേണ്ടത്. കുടിക്കാനെടുത്ത തീരുമാനം, അവിടെ മുതലേ നിനക്ക് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ടൊക്കെ ഒരു ചിന്ത, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണമൊക്കെ നടത്തിയപ്പോ നമ്മുടെ തലച്ചോറ് ഒരു പ്രത്യേക രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മുടെ തലച്ചോറിന്റെ തന്നെ, നമ്മുടെ ബൗദ്ധിക മണ്ഡലങ്ങൾ തന്നെ 3 കാറ്റഗറിയിൽ തിരിക്കുന്നുണ്ട്. ഒന്ന്, ഒരു റെപ്റ്റൈൽ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു സാധനം. അത് നമ്മുടെ ആദ്യ കാലഘട്ടം നമ്മൾ പല്ലിയും അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്ന അങ്ങനത്തെ ഒക്കെ സാധനങ്ങളായിരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു കാര്യം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇമോഷണൽ ബ്രെയിനിന്റെ ഒരു സാധനം വരുന്നത്, ആ ഒരു കാര്യം വരുന്നത്. അതും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ യഥാർത്ഥ ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഈ ഇമോഷണൽ ബ്രെയിനില് നമ്മുടെ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന്റെ കുറെ പ്രവർത്തനങ്ങൾ അവിടെ കൃത്യമായിട്ട് നടക്കണ്ടെന്നും അതിന്റെ ഭാഗമായിട്ട് നമ്മള് പെട്ടെന്ന് വികാര ഭരിതരാകുമെന്നും, അത് നമ്മൾ ഇപ്പൊ നമ്മുടെ KP ഉമ്മർ പറയുന്ന പോലെ പെട്ടെന്ന് ഇമോഷണലി ഇംബാലൻസ് ആവുന്ന ആ ഒരു കാഴ്ചപ്പാട്. അപ്പം അവിടെ വിവേകബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം, അതിന്റെ മുകളിലൊരു സാധനം വരുന്നുണ്ട്, വിവേകബുദ്ധി, ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്ന ആ ഒരു സാധനം.
അപ്പൊ അവിടേക്ക് വരുന്ന സമയത്താണ് നമ്മൾ യഥാർത്ഥത്തില് ഒരു ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു ഹ്യൂമൻ ബ്രെയിനിന്റെ യഥാർത്ഥ പ്രവർത്തനം നടക്കുന്നത് അവിടെയാണ്. അവിടെ വരുന്നത് വരെ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുഴുവനും നടത്തിക്കൊണ്ടിരുന്നത് യഥാർത്ഥത്തില് ഈ ഇമോഷണൽ ബ്രെയിനിന്റെ ഓരോ കാര്യങ്ങളാണ്. ഓരോ ചിന്തകൾ വരുന്നു. ഇന്ന് കുടിക്കുന്നില്ല, പക്ഷെ അവസാനം കുടിക്കേണ്ടി വരുന്നു. നിനക്കൊരു കുഴപ്പമില്ല, നിനക്ക് നീ ഇത്ര ദിവസമായില്ലേ കുടിച്ചിട്ട്, നീ ഇനി ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ നിനക്കത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഇല്ലെങ്കിൽ നീ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് മറ്റേ കുറെ കൂടി വലിയ ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ നടക്കും, ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും. ഈ സാധനങ്ങളെല്ലാം ഇമോഷണൽ ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രം ഉണ്ടാവണതാണ്. അപ്പൊ അത് ഇത്തരം കാര്യങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ കുടിച്ച സമയത്ത് എൻ്റെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടായിട്ടുള്ളതെന്നുള്ള ഒരു തിരിച്ചറിവ്. ആ ഇമോഷണൽ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ, പെട്ടെന്ന് ക്ഷുഭിതരാവുക, പെട്ടെന്ന് പ്രതികരിക്കുക, എന്തിനേയും എടുത്തു ചാടി അതിനോട് മറുപടി പറയുക, ഇതെല്ലാം ഈ ഇമോഷണൽ ബ്രെയിനിന്റെ ഒരു പ്രവർത്തനം മാത്രമാണ്. അപ്പൊ ഇതിനപ്പുറം ഒരു വിവേക ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം വിവേക ബുദ്ധിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചിന്തിച്ചാൽ മാത്രമാണ് എനിക്ക് ഇമോഷണൽ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ അത് വിവേക ബുദ്ധിയോടുകൂടി ആ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ പ്രോഗ്രാം എന്നെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോ ഇമോഷണൽ ബ്രെയിനിന്റെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എപ്പോഴും എന്താണ്, നീ ശരിയാണ്, നിനക്കൊരു കുഴപ്പമില്ല, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ നിനക്ക് പറ്റും, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഇമോഷണൽ ബ്രെയിൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ കൂട്ടായ്മയിൽ വന്നപ്പോൾ കേട്ട കാര്യം, എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ എന്തുകൊണ്ട് മദ്യപിച്ചു, നീ എന്തുകൊണ്ട് വീണ്ടും കുടിച്ചു? അപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് നീ കുടിച്ചതെന്ന് പറയുമ്പോൾ അതിനെ പലപ്പോഴും നമ്മൾ പല അഹങ്കാരമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും, ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ട് ആദ്യം പറഞ്ഞ ചോദ്യം, എന്താണ് എന്നെ കുടിയിലേക്ക് കൊണ്ടുപോയ ചിന്ത എന്ന് കണ്ടുപിടിക്കാൻ എൻ്റെ കൂട്ടായ്മ എന്നെ പ്രേരിപ്പിച്ചു. എവിടെയാണ് ഞാൻ കുടിക്കാനെടുത്ത തീരുമാനം, ആ ചിന്ത എവിടെ നിന്നുണ്ടായി എന്നുള്ള ഒരു കാര്യം. അപ്പോഴാണ് ഇതിന്റെ പ്രശ്നത്തിന്റെ യഥാർത്ഥ മൂല കാരണം എന്ന് പറയുന്നത് മദ്യമല്ല. അതിന് ഭയങ്കര പല അവസ്ഥാന്തരങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എനിക്ക് നാലാമ്പടിയൊക്കെ നോക്കുമ്പോൾ ഭയം, കോപം, നിരാശ, അങ്ങനെയുള്ള പല കാരണങ്ങളും കൊണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ട്. ഈ വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഒരു സംഭവം കൊണ്ടല്ല. ഏതെങ്കിലും ഒരു സംഭവം എനിക്ക് സംഭവിച്ചത് കൊണ്ടല്ല ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. ആ സംഭവങ്ങളെ കുറിച്ച്, ആ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ഒരിക്കൽ ഉണ്ടായേക്കാവുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ മൂലമാണ് ഞാൻ കുടിച്ചത്. ആ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെ ചിന്തിച്ചു കൂട്ടിയത് കൊണ്ടാണ് എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഇപ്പോ നീ വളർച്ചയുടെ ഒരു പാതയിലാണ്, നീ ഒരു പ്രോഗ്രസീവ് ഡിസീസിന്റെ ഭാഗമാണെങ്കിലും ആ ഡിസീസിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ കഴിയുമെന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികൾ നിന്നെ പഠിപ്പിക്കും. അപ്പൊ നിനക്ക് ഈ മദ്യത്തിൽ നിന്ന് ഒരു രക്ഷ എന്നതിനേക്കാൾ ഉപരി ഒരു ക്വാളിറ്റിയുള്ള ജീവിതം നിനക്ക് കിട്ടും. അപ്പൊ എല്ലാത്തിന്റെ പ്രശ്നം ചിന്തയാണ്. ആ ചിന്തയിൽ നിന്നാണ് വികാരം ഉണ്ടാവുന്നത്. ആ വികാരമാണ് പിന്നീട് പ്രവർത്തനമായി മാറി ഞാൻ അടുത്ത കുടിയിലേക്ക് പോകുന്നത്. ഇത് കൃത്യമായ ഒരു ഫോർമുല എനിക്ക് തരുന്നുണ്ട്. അതെന്താണ്? ആദ്യം ഞാൻ ചിന്തിക്കുന്നു, രണ്ടാമത് ഞാൻ അത് അനുഭവിക്കുന്നു, ആ ചിന്തയെ ഞാൻ എൻ്റെ അനുഭവവേദ്യമാക്കുന്നു, മൂന്നാമത് ഞാനത് ചെയ്യുന്നു. ഇതാണ്
ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എനിക്ക് ആരും വേണ്ട എന്നുള്ള ചിന്താഗതി, ഏകാന്തത, അതിന്റെ റിസൾട്ട് കുടിയിലേക്ക് പോകുന്നു. എനിക്ക് മാറാൻ കഴിയില്ല, എനിക്ക് നിരാശ ഉണ്ടാവുന്നു, എനിക്കൊരിക്കലും മാറ്റം സാധ്യമല്ല, മദ്യത്തിൽ നിന്നതുപോലെ മറ്റു പല കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ഒരിക്കലും രക്ഷയില്ല എന്നുള്ള ചിന്താഗതി എന്നെ അടുത്ത കുടിയിലേക്ക് പോകുന്നു. കുപ്പിയിൽ മദ്യമുണ്ട്, പക്ഷേ ആ സാധനം എടുത്ത് കുടിക്കുമ്പോൾ മാത്രം എൻ്റെ ഉള്ളിലേക്ക് വിഷം കലരുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ആ, ചിന്തകളെ നിശബ്ദമാക്കുകയാണ്. എൻ്റെ ചിന്തകളെ ഞാൻ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും നിശബ്ദമാക്കുകയാണ്. പ്രശ്നം അവിടെ തന്നെ നിൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ വേദന വലിയ, എന്താ പറയാ, ഭീകരമായ അവസ്ഥയായിട്ട് വീണ്ടും മനസ്സിനെ തകർക്കുന്ന രീതിയിൽ ആ ചിന്തകൾ വീണ്ടും കടന്നു വരികയാണ്. പ്രശ്നങ്ങൾ ഒരിക്കലും മാറുന്നില്ല, ചിന്തകൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് നാളുകളിൽ കൂടുതൽ കൂടുതൽ വേദനയായിട്ട് മാറുന്നുണ്ട്. ഓരോ കുടിയും ഓരോ കൂത്താടലിന് ശേഷവും എൻ്റെ ചിന്തകള് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അപ്പോ എൻ്റെ ചിന്തകളെ മാറ്റാൻ ആണ് ഞാൻ കുടിച്ചിരുന്നെങ്കിൽ, അവിടെ എൻ്റെ പ്രോഗ്രാം എനിക്ക് പറഞ്ഞു ആ ചിന്തകൾക്ക് കടിഞ്ഞാണിടാൻ അതിലേക്ക് ഉള്ള വഴിയിലൂടെ ഈ മാറ്റിവെക്കല്, വൺ ഡേ അറ്റ് എ ടൈം എന്ന രീതിയിൽ ഈ മാറ്റിവെക്കല് ഗുണം ചെയ്യും. ചിന്ത മാറ്റിയാൽ നിന്റെ ജീവിതം മാറും, ഒരു പോയിന്റ് ആണത്. നീ കുടി മാറോ മാറാതിരിക്കുക അവിടെ നിൽക്കട്ടെ, കുടി അവിടെ നിൽക്കട്ടെ, നീ ആദ്യം നിന്റെ ചിന്ത മാറ്റൂ. എന്തൊക്കെയാണ് നീ ചിന്തിച്ചിരുന്നത്? ഡു യുവർ ഡിസ്ലൈക്ക് എന്നൊരു വാക്ക് കേട്ടത് ഇവിടെ വെച്ചിട്ടാണ്. ഡു യുവർ ഡിസ്ലൈക്ക്, നിന്റെ അനിഷ്ടങ്ങളെ നീ സ്നേഹിക്കാൻ പഠിക്കുക. നിന്റെ ചിന്താമണ്ഡലത്തിലേക്ക് എപ്പോഴും അനിഷ്ടങ്ങൾ കടന്നു വരിക. എന്താണ് അനിഷ്ടങ്ങൾ? രാവിലെ എഴുന്നേക്കുക എന്ന് പറഞ്ഞ ഇത്രയും സങ്കടമുള്ള വേറൊരു കാര്യമില്ല. എന്തെങ്കിലും ഒരു ശകലം വ്യായാമം ചെയ്യുക, അതൊരു അല്പം പ്രാർത്ഥന ധ്യാനങ്ങൾ ചെയ്യുക, കൃത്യമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കൃത്യമായി ജോലിക്ക് പോവുക, ഉച്ചയ്ക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, വൈകിട്ട് ഒരു AM മീറ്റിങ്ങിന് പോവുക, രാത്രി ഒരു നന്ദി പ്രാർത്ഥന ചെയ്ത് കിടന്നുറങ്ങുക. ഇത്തരം കാര്യങ്ങളൊന്നും എന്റെ ചിന്താമണ്ഡലത്തിന്റെ 7 അയലക്കത്ത് എത്തിയിട്ടില്ല. അപ്പോ ഇത്തരം പ്രായോഗികമായ നിർദ്ദേശങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ നിന്റെ അനിഷ്ടങ്ങള്, ഇപ്പൊ നിന്റെ അനിഷ്ടങ്ങളായിരിക്കുന്ന ആ കാര്യങ്ങള് ഇഷ്ടങ്ങളാക്കി മാറ്റുക. അങ്ങനെ ആ ചിന്തകള് പോസിറ്റീവായി നിലനിർത്താൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ വന്നാൽ ഇത് സാധ്യമാണ്. അപ്പൊ അവിടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ അതിന് എൻ്റെ ഈ 12 പടി പ്രോഗ്രാം. അപ്പൊ എൻ്റെ ചിന്ത മാറുമ്പോൾ എൻ്റെ വികാരം മാറും, എൻ്റെ തീരുമാനങ്ങൾ മാറും, എൻ്റെ ജീവിതം സമൂലമായ മാറ്റത്തിന് ഞാൻ നിർബന്ധിതനാവും. അപ്പൊ ഞാൻ കുടിച്ചത് എൻ്റെ പ്രശ്നമല്ലെന്ന് മനസ്സിലാവും, ഞാൻ ചിന്തിച്ചതാണ് എൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചിന്ത മാറ്റുന്നു, അതിനാൽ എനിക്കിന്ന് കുടിക്കേണ്ടതില്ല എന്ന ചിന്തയിലേക്ക് വരും. അപ്പൊ ഇത് കണക്ട് ചെയ്ത് വരുമ്പോ നമ്മളുടെ ചിന്തയും സമീപനവും ഒരിക്കലും എൻ്റെ കുടിപ്രശ്നത്തെ മാറ്റില്ല എന്നുള്ള മനസ്സിലാക്കല് തിരിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുന്ന 12 പടികളിലേക്ക്, നമ്മൾ എന്തെല്ലാം വിഷയാധിഷ്ഠിതമായി സംസാരിച്ചാലും അതിന്റെ എല്ലാം അവസാനം വന്ന് നിൽക്കുന്നത് ഈ 12 പടികളിൽ തന്നെ ആയിരിക്കുമെന്ന ഒരു ബോധ്യം. അപ്പൊ ഈ മദ്യത്തിനോട് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മളോട് പറയുന്നത്, മദ്യത്തിന്റെ മുന്നിൽ ഞാൻ നിസ്സഹായനാണ് എന്ന ആ ഒരു കാര്യം. അത് മദ്യത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, എന്റെ ചിന്തകളോടുള്ള നിസ്സഹായ അവസ്ഥ. ഞാൻ വീണ്ടും വീണ്ടും സെയിം മിസ്റ്റേക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന ചിന്തകള്. ഇന്നലെ ഞാൻ കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്കിതെന്താ സംഭവിക്കുന്നത് എന്നുള്ള ചിന്ത, അത് ഞാൻ ഇന്ന് കൺട്രോൾ ചെയ്യും. രാവിലെ ഓരോ ദിവസങ്ങളും രാവിലെ എടുക്കുന്ന തീരുമാനം. അങ്ങനെ ഇന്ന് ഞാൻ കുടിക്കാതിരുന്ന എനിക്ക് വേറെ പ്രശ്നമില്ല, ഞാൻ വേറെ എന്റെ ചിന്തകളൊന്നും മാറില്ല, ഇന്ന് ഞാൻ ഉറപ്പായിട്ട് കുടിക്കില്ല, ഭാര്യയുടെ തലയിലൊക്കെ വെച്ച് സത്യം ചെയ്തിട്ട് പോവും. പക്ഷെ എനിക്ക് ആ തീരുമാനം ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സ്വയം വഞ്ചിക്കലിലേക്ക് ഞാൻ വൈകുന്നേരമായപ്പോഴത്തേനും മാറുന്നു. മദ്യം എടുക്കുന്നതിന് മുൻപ് എൻ്റെ ചിന്ത അവിടെ തോറ്റു എന്ന തിരിച്ചറിവ്. ഞാൻ കുടിക്കാൻ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ എനിക്കിന്ന് രാവിലെ എടുത്ത തീരുമാനം പൂർത്തിയാക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ചിന്ത, എൻ്റെ നിസ്സഹായ അവസ്ഥ, ഒന്നാമത്തെ സ്റ്റെപ്പിന്റെ ഭാഗമായിട്ട് എനിക്ക് ബോധ്യപ്പെടുകയാണ്. എൻ്റെ നിസ്സഹായ അവസ്ഥ,
മദ്യത്തിനേക്കാൾ മുമ്പേ എന്റെ ചിന്തകൾക്ക് മുന്നിൽ ഞാൻ നിസ്സഹായനാണ് എന്ന ചിന്ത, ഞാൻ സ്വയം വഞ്ചിക്കുന്നവനാണ്, സെൽഫ് ഡിസെപ്ഷൻ ഉള്ളവനാണ് എന്ന പോയിന്റ്, ആ ഒരു ചിന്ത എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പില് എന്നെ വിവേകത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എന്ന ഭാഗം, എന്നെ സുബോധവാനാക്കാൻ എന്നെക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. എന്നെ സുബോധവാനാക്കാൻ, എന്നെ നല്ല ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഒരു വലിയ ശക്തിക്ക് കഴിയുമെന്ന് കൂട്ടായ്മ പറഞ്ഞു തരുമ്പോൾ, അവിടെ ആ വിവേകത്തെ തിരിച്ചറിയാൻ, ആ ആ അവസ്ഥയിലേക്ക്, ആ നല്ല ബോധാവസ്ഥയിലേക്ക് ഞാൻ വരുമോ? അത് കുടിക്കുന്ന സമയത്ത് മാത്രമല്ല, ചിന്തിക്കുന്ന സമയത്ത് അവിടെ എന്താണ് വരുന്നത്? മനസ്സ്, എനിക്കെല്ലാം അറിയാം. ഓ, അത് കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ആ കാര്യങ്ങളൊക്കെ എനിക്കെല്ലാം അറിയാം. എന്നോട് ആരും അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. എന്നെ സുബോധവാനാക്കാനായിട്ട് കുടിക്കാതിരുന്നാൽ എനിക്ക് പറ്റുമെന്ന് എനിക്കറിയാം, ഞാൻ കുടിക്കുന്നില്ല എന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾ ആ കാലഘട്ടത്തിൽ വരുവാണ്. അപ്പൊ ഞാന് തിരിച്ചറിയുന്ന ആ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നെ പഠിപ്പിച്ചത്, എന്റെ ചിന്ത ഒരിക്കലും സേഫ് അല്ല. ആ സേഫ് ആയിരുന്നെങ്കിൽ ഒന്നാമത്തെ പടിയിലെ ആ നിസ്സഹായാവസ്ഥയിലേക്ക് ഞാൻ പോകില്ലായിരുന്നു. അവിടെ എനിക്ക് കൂടുതൽ സേഫായ ഒരവസ്ഥയിലേക്ക് എന്റെ ചിന്തകൾ മാറണം. എന്നേക്കാൾ വലിയ ഒരു ശക്തിയിലേക്ക് ഞാൻ എന്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും ജീവിതവും മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഞാൻ വിട്ടുകൊടുക്കാനുള്ള തയ്യാറാവണം. അവിടെ വീണ്ടും പ്രശ്നം വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ, എനിക്ക് തോന്നുന്നത് പോലെ തന്നെ ശരി എന്ന ചിന്ത. അവിടെയാണ് സെൽഫ് വില്ല് കടന്നു വരുന്നത്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം. അവിടെ മറ്റൊരു ശക്തിക്ക് ഒരു സ്ഥാനമില്ല. അവിടെ കാര്യങ്ങളെല്ലാം ഞാൻ തീരുമാനിക്കും. എനിക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള ചിന്താഗതി. അപ്പൊ എന്റെ ആ ചിന്താഗതിയെ ഞാൻ സമൂലമായിട്ട് എന്റെ മനസ്സിൽ നിന്ന് മാറ്റേണ്ടതുണ്ടായിരുന്നു. ഇത്തരം ചിന്തകൾ എന്നെ നശിപ്പിക്കും. അതിൽ ഞാൻ വിശ്വസിക്കരുത്. നിനക്കെല്ലാം അറിയാവുന്നവനാണ്, നിനക്ക് ഇതെല്ലാം കാര്യങ്ങൾ നിന്റെ കൺട്രോളിൽ നിൽക്കും എന്നുള്ള ചിന്താഗതി കടന്നു വരുമ്പോ തന്നെ, അപ്പൊ തന്നെ അത് നിന്റെ സ്വയം ചിന്താഗതി മാത്രമാണ്. നിന്റെ സ്വയം ചിന്താഗതി നിന്നെ എവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ചു? ഇന്ന് നീ എവിടെയാണ് നിൽക്കുന്നത്? ഇനിയും നീ നിന്റെ ചിന്തകളുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? ഈ കാഴ്ചപ്പാട് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോ കടന്നു വരികയാണ്. അപ്പൊ അവിടെ കൺട്രോള് ഒരു വലിയ ശക്തിക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. എന്നെ ഇനി ഒരിക്കലും എനിക്ക് കഴിയും, ഞാൻ നോക്കിക്കോളും എന്നുള്ള ചിന്ത ഒരിക്കലും എന്നെ കടന്നു വരാൻ അനുവദിക്കരുത്. അങ്ങനെ കടന്നു വരാൻ വാല് പൊക്കുന്ന സമയത്ത് തന്നെ അവിടെ ഞാൻ തിരിച്ചറിയണം, ഇവൻ എന്നെ വീഴിക്കാൻ വേണ്ടി വരുന്നവനാണ് ഈ ചിന്ത. ഇവൻ കുറച്ചു കാലം ഞാൻ 8 മാസം കുടിക്കാതിരുന്നപ്പോ റിലാപ്സ് ആയി ആദ്യത്തെ സമയത്ത്. ആ സമയത്ത് കടന്നു വന്ന ചിന്ത ചെയ്ത, ഓ, അത് കുഴപ്പമൊന്നുമില്ല, ഇത് പ്രശ്നമൊന്നുമില്ല, ഇത് ഇത്ര നാളായില്ലേ, ഒരു കുഴപ്പമില്ല. വിട്ടുകൊടുക്കാനുള്ള തയ്യാറുള്ള ഞാനെന്ന ഭാവം, അത് നാലാമത്തെ പടിയിലേക്ക് വന്നപ്പോ നാലാമത്തെ പടി എന്നോട് പറഞ്ഞു, നിഷ്കപടമായ ധാർമ്മിക പട്ടിക, യാതൊരു വിധത്തിലുള്ള കപടതകളില്ലാത്ത ഒരു ധാർമ്മിക നിലവാര പട്ടിക. ചിന്തകളുടെ എക്സ്റേ എടുത്തേ പറ്റുള്ളൂ. ചിന്തകൾ വളരെ മൈക്രോ ലെവൽ നിരീക്ഷണം ആവശ്യമാണ്. അവിടെ റിസെന്റ്മെന്റ് ഉണ്ട്, നീരസം, മറ്റുള്ള ആൾക്കാരോടുള്ള നീരസം, അതുപോലെ മറ്റുള്ള ആൾക്കാരെയുള്ള പേടി, അതുപോലെ സ്വാർത്ഥത, സെൽഫിഷ്നെസ്. ഇവിടെ ആരാണ് എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവിടെ കൃത്യമായ ആ ധാർമ്മിക നിലവാര പട്ടിക ഞാൻ തയ്യാറാക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, പുറത്തുള്ളവരല്ല ഇതിന്റെ ഒന്നും കാരണക്കാരൻ. ഇതിന്റെ ഉള്ളിൽ മുഴുവൻ പ്രശ്നക്കാരൻ ഞാൻ തന്നെയാണ് എന്ന തിരിച്ചറിവ് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു സംഭവങ്ങളും എന്നെ തകർത്തില്ല. ഈ പറയുന്ന റിസെന്റ്മെന്റോ ഫിയറോ സെൽഫിഷ്നെസ്സോ ഒന്നും എന്നെ തകർത്തില്ല. പക്ഷേ ഇതിനെക്കുറിച്ചിട്ടുള്ള റിയാക്ഷൻസ്, എന്റെ റിയാക്ഷൻസ്, ഇതിന്റെ മേലുള്ള എന്റെ ചിന്തകള്, അവയെക്കുറിച്ചിട്ടുള്ള ആ ചിന്തകളാണ് എന്നെ തകർത്തത്. മറ്റവൻ എന്നോട് വല്ലാതെ നീരസമുള്ളവനാണ്, ഞാൻ ഈ ആൾക്കാരെ മുഴുവൻ പേടിക്കണം, അവരുടെ മുന്നിൽ മുഴുവൻ ഞാൻ തെറ്റുകാരനാണ്,
ഞാൻ സ്വന്തം എന്റെ കാര്യങ്ങൾ ഞാൻ സ്വന്തം നോക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇത്തരം ചിന്തകള് എന്നെ തകർത്തു. 4-ാം പടി നോക്കിയപ്പോ കൃത്യമായിട്ട് മനസ്സിലായി. 5-ാം പടിയില് ദൈവത്തോടും മറ്റൊരാളോടും എന്നോട് തന്നെയും ഞാൻ ഏറ്റുപറയുകയാണ്. അപ്പൊ ഈ ഈ പറച്ചിലുകളെല്ലാം ഞാൻ എന്നോട് തന്നെ എന്റെ ചിന്തകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോ ദൈവത്തോട് പറയണം, ഓക്കെ, മറ്റൊരു സ്പോൺസർ അല്ലെങ്കിൽ ഒരാളോട് പറയണം, ഓക്കെ, ഇത് ഞാൻ ഏറ്റു പറയണം. പക്ഷെ ഈ ഏറ്റുപറച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ദൈവത്തോട് പറച്ചിൽ നടക്കണില്ല, മറ്റൊരാളോടും പറയണം നടക്കണില്ല. അപ്പൊ ഇത് പുറത്തു പറയണം. എന്ത് കാര്യവും പുറത്തു പറയണം. പുറത്തു പറയുമ്പോൾ മാത്രമാണ് അതിന്റെ ശക്തി കുറയുള്ളൂ. അതിന് എനിക്കുള്ള നാണം മാറണമെങ്കിൽ ഞാൻ എൻ്റെ തെറ്റുകുറ്റങ്ങൾ ഞാൻ കൃത്യമായി ഏറ്റു പറയണം എന്ന ഒരു കാര്യം. ആ ഒറ്റപ്പെടലിലേക്ക് ഞാൻ പോകാതിരിക്കണമെങ്കിൽ ഞാൻ ഇത് പങ്കുവെക്കപ്പെടണം. അതിലൂടെ മാത്രമാണ് ഈ പറയുന്ന ഹീലിംഗ് പ്രോസസ്സ് കൃത്യമായി നടക്കാൻ പറ്റുള്ളൂ. അപ്പോ എന്ത് കാര്യമാണെങ്കിലും പറയാതെ ദൈവം പോലും അറിയില്ലെന്ന് പറയുന്ന പോലെ എന്ത് കാര്യമാണെങ്കിലും എൻ്റെ ചിന്തകളിൽ നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഞാൻ തുറന്നു പറയാനുള്ള മനസ്സ് കാണിക്കണം. സ്റ്റെപ്പ് 6ഉം 7ഉം എൻ്റെ സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ചും എൻ്റെ അപാകതകളെ കുറിച്ചും എനിക്ക് പറഞ്ഞു തന്നു. 6 എന്താണ് പറഞ്ഞത്? ദോഷങ്ങൾ നീക്കാൻ തയ്യാറാവണം. ദോഷങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാരക്ടർ ഡിഫക്ട്സ്, തിങ്കിങ് ഡിഫക്ട്സ്, ഈഗോ, ആങ്കർ, ഫിയർ, ഇതെല്ലാം എനിക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല. അത് മാറ്റാനായിട്ടുള്ള മനസ്സ്, വില്ലിങ്നെസ്, സന്നദ്ധത എനിക്ക് വേണം. 6ാമത്തെ പടി ചെയ്തപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഈശ്വരന്റെ മുന്നിൽ ഞാൻ സമർപ്പിതമാക്കി. എനിക്ക് മനസ്സിലായി ഇതെല്ലാം ഏറ്റു പറഞ്ഞ് ഇതിന് കൃത്യമായി പരിഹാരം ചെയ്തില്ലെങ്കിൽ എൻ്റെ ചിന്തകളിലേക്ക് ഇത്തരം വൈകല്യങ്ങൾ ഇനിയും കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിത് കൃത്യമായി സന്നദ്ധനാവണം, ഇത് ഏറ്റുപറയുകയും ഇനി ഈ തെറ്റുകുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന്, ഈ ദോഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ ഞാൻ തയ്യാറാവണം എന്ന് പറയുന്നു. 7ാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും എനിക്കറിയാം എന്ന ആറ്റിറ്റ്യൂഡ് മാറ്റി സഹായം വേണമെന്ന് പറയാൻ 7ാമത്തെ സ്റ്റെപ്പ് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈശ്വര, എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു കൺട്രോളും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. എൻ്റെ ചിന്തകളും എൻ്റെ പ്രവൃത്തികളും ഒരിക്കലും യോജിച്ചു പോകുന്ന ഒരാളല്ല. എനിക്ക് എൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ മനസ്സിലായി, എൻ്റെ അപാകതകൾ മനസ്സിലായി. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ട് പോലും എനിക്ക് ഇതിൻ്റെ ആ പൂർണ്ണമായ തോതില് അതെനിക്ക് പ്രാവർത്തികമാക്കാൻ എൻ്റെ ചിന്തകൾ എന്നെ അനുവദിക്കുന്നില്ല. ആയതിനാൽ അങ്ങേക്ക് മാത്രമേ എന്നിൽ ഇനി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന് നിരുപാധികം വളരെ വിനയാന്വിതനായി ആ വലിയ ശക്തിയോട് എൻ്റെ മനസ്സ് മാറ്റാൻ, മാനസികാവസ്ഥ മാറ്റാൻ, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്നുള്ള ചിന്ത മാറ്റാൻ, എനിക്ക് സഹായം വേണമെന്ന് പറയാൻ, എൻ്റെ അപാകതകളുടെ മേൽ എനിക്ക് ഒരു കൺട്രോളും ഇല്ല. 7ാം പടി ചെയ്തപ്പോ തിരിച്ചറിഞ്ഞു എൻ്റെ അപാകതകൾ അപ്പ വരുന്ന തോന്നലുകൾ ഷോർട്ട് കമ്മിങ്സ് ആണ്. അതെനിക്കൊന്നും അതിന്റെ മേൽ എനിക്കൊരു കൺട്രോളും ഇല്ല. അത് എപ്പോ വരുന്നു എപ്പോ പോകുന്നു എനിക്കറിയില്ല. പക്ഷെ അവിടെ എനിക്ക് നിയന്ത്രണം വേണം. എനിക്ക് തോന്നുമ്പോൾ തോന്നുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു മനുഷ്യനാണ്. എപ്പോഴെന്താണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അവിടെയൊക്കെ എനിക്ക് നിയന്ത്രണം തരണമെന്ന് 7ാം പടിയിൽ ഞാൻ എൻ്റെ ആ വലിയ ശക്തിയോട് പ്രാർത്ഥിക്കുകയാണ്. അവിടെയും എൻ്റെ ചിന്തകളെ നേരായ മാർഗത്തിൽ നയിക്കാൻ ആ ശക്തിയോട് പറയാണ്. 8ഉം 9ഉം നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ശരിയാക്കലാണ്. അവിടെ എൻ്റെ തെറ്റായ ചിന്തകള്, ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ച ആ ലിസ്റ്റിങ് തയ്യാറാക്കുന്നത്, ഉപദ്രവിച്ചിട്ടുള്ളവരെ, എന്നെ ഉപദ്രവിച്ചിട്ടുള്ളവരുടെയും ഒക്കെ ഉള്ള പട്ടിക തയ്യാറാക്കല്, മേക്കിംഗ് അമെൻസ് എന്ന് പറയുന്ന കാര്യം, അവിടെ എൻ്റെ ഈഗോ കുറയുന്നുണ്ട്. കാരണം ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത ആളുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അതിന്റെ ആ പ്രതിപട്ടികയിൽ ഒട്ടനവധി ആളുകൾ, എൻ്റെ ഭാര്യ ഉൾപ്പെടെ, എൻ്റെ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെ, എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾ അവിടെ കടന്നു വരികയാണ്. അപ്പൊ അവര്
അവരോടെല്ലാം പരിഹാരം ചെയ്യാനുള്ള ഒരു മനസ്സ് 8-ാം പടിയിൽ എഴുതി കഴിഞ്ഞപ്പോ മരണപ്പെട്ടു പോയവര്, അതിപ്പോ ആദ്യം പറഞ്ഞില്ല, മരണപ്പെട്ടു പോയ ആൾക്കാരുണ്ട്, അവരോട് പോലും എനിക്ക് അമെൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് അവിടെയൊന്നും ഒരു ഒരു യാതൊരുവിധ ആ, നിരുപാധികമായ വിട്ടുകൊടുക്കലിലൂടെ കൃത്യമായ ലിസ്റ്റിനകത്ത് അതെല്ലാം വരണം. അത് വന്നപ്പോൾ എന്റെ അഹങ്കാരത്തിന് വളരെ വലിയ കുറവുണ്ടായി. എനിക്ക് മനുഷ്യത്വം, എനിക്ക് കുറെ എളിമ, ഹ്യൂമിലിറ്റി, അത് പതുക്കെ പതുക്കെ വളർന്നു വരുന്നത് ഓരോ മനുഷ്യനോട് ഏറ്റുപറച്ചിലുകൾ നടത്താനായിട്ട് ആ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയം മുതലേ, അല്ലെങ്കിൽ 9-ാം പടിയിൽ അതിന് പരിഹാരം ചെയ്യുമ്പോൾ മുതലേ ഞാൻ അറിയാതെ ആ ഒരു 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 സുഖം മനസ്സിന് അനുഭവിക്കാൻ തുടങ്ങുകയാണ്. എന്റെ ചിന്തകൾ കുറെ നല്ല ചിന്തകൾ, പോസിറ്റീവ് വൈബ്രേഷൻസ് എന്റെ ചിന്താമണ്ഡലങ്ങളിലേക്ക് കടന്നു വരുന്നത് ഞാൻ തിരിച്ചറിയാം. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്റെ സ്പോൺസർ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, റിലാപ്സിനുള്ള ചാൻസ് ഒക്കെ കുറവാണ്, ഇനി ഇത്തരം കാര്യങ്ങൾ റെഗുലർ ആയിട്ട് ചെയ്തു പോവുക. 10-ാം പടി, ഡെയിലി നിന്റെ ചിന്തകളെ ചെക്ക് ചെയ്യണം. ഇന്ന് എന്റെ ചിന്ത എവിടെയാണ്, എങ്ങനെയാണ് പ്രവർത്തിച്ചത്, ഇന്ന് എനിക്ക് ആരോടെങ്കിലും ദേഷ്യപ്പെടേണ്ടി വന്നോ, ഇന്ന് എനിക്ക് ആരെങ്കിലും പേടിക്കേണ്ടി വന്നോ, ഇന്ന് എനിക്ക് സെൽഫ് പിറ്റി ഉണ്ടായോ? അപ്പൊ അങ്ങനെ ഉണ്ടായാൽ അത് ആ മിസ്റ്റേക്ക് കണ്ടാൽ അത് സ്വയം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അത് സ്വയം സ്വീകരിച്ചുകൊണ്ട്, അത് കറക്റ്റ് ചെയ്തുകൊണ്ട്, ഇനി എനിക്കത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല, തെറ്റായ കാര്യങ്ങൾ ഉണ്ടായാൽ അതിനി നാളുകളിൽ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. സ്വന്തമായി വിലയിരുത്തല്, ശരിയും തെറ്റും എല്ലാം കടന്നു വരികയാണ്. നല്ലത് ചെയ്യുമ്പോൾ ഞാൻ സ്വയം എന്റെ തോളിൽ തട്ടി, ബൈജു നീ മിടുക്കനാടാ, നീ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. കുടിച്ച് എവിടെയെങ്കിലും സൈഡിൽ പോകേണ്ട മനുഷ്യന് ഇന്ന് ആ ഒരു വലിയ മോശം ഒന്നുമില്ലാത്ത ഒരു മുഖവും, എത്രയോ ആളുകൾ അപകടത്തിൽപ്പെട്ട് വൈകൃതമായ ഈ മദ്യപാനത്തിന്റെ അവസ്ഥകളിലൂടെ കടന്നുപോയ വൈകൃതമായ മുഖമുള്ള എത്രയോ ആളുകൾ നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു. ഇന്ന് നിനക്ക് അതൊന്നും ഇല്ലാതെ നിനക്ക് മുഖത്ത് നോക്കി നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മുഖം നിനക്ക് തന്നു, സഞ്ചരിക്കാൻ വാഹനങ്ങൾ, സ്വന്തമായി കയറി കിടക്കാൻ ഒരു വീട്, ഇതെല്ലാം തന്നു. അപ്പോ ഇനി നീ മുന്നോട്ടുള്ള യാത്രയിൽ ഇതിനൊക്കെ നന്ദി പറഞ്ഞു പോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നീ കടന്നു വരിക. അത് 11-ാം പടിയില് പ്രയർ ആൻഡ് മെഡിറ്റേഷൻ കൃത്യമായി ചെയ്യുക. നിന്റെ മനസ്സിന്റെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ, എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കടന്നു പോകാനായിട്ട് അവസ്ഥ വരുമ്പോ അവിടെ കൃത്യമായി പ്രയർ ആൻഡ് മെഡിറ്റേഷൻ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. നീ എന്നും നിന്റെ പ്രാർത്ഥനയില് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നീ എന്ന ബോധ്യം നിനക്കുണ്ടാവുക. അവിടെ ദൈവത്തിന്റെ ഹിതമാണ്, നിന്റെ ഹിതമല്ല നടക്കേണ്ടത് എന്ന ഏറ്റുപറച്ചിലുകൾ സാധ്യമാക്കുക. മനസ്സ് ശാന്തമാക്കുക. ആ ശാന്തമായ മനസ്സ് എപ്പോഴും സേഫായ മൈൻഡായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഓരോ ദിവസവും രാവിലെ പറയുന്നു, ഈ ഭൂമിയിൽ എന്തെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു, എന്റെ ദൈവമേ നീ എനിക്ക് ഒരു വർണ്ണ നിറമുള്ള കവചം എനിക്ക് തരിക. ആ കവചത്തിന്റെ ഉള്ളിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ. എനിക്ക് ആവശ്യമായ ഭൂമിയിൽ നടക്കുന്ന മുഴുവൻ പോസിറ്റീവായ വൈബ്രേഷൻസ് എല്ലാം എനിക്ക് സ്വീകാര്യമായി കിട്ടട്ടെ. ബാക്കിയുള്ള മുഴുവൻ നെഗറ്റീവായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നോ, ആ നെഗറ്റീവായ കാര്യങ്ങൾ മുഴുവനും ഈ വർണ്ണ കവചത്തില് തട്ടി അത് സ്നേഹവും സ്വാതന്ത്ര്യവുമായിട്ട് പ്രതിഫലിച്ച് മുന്നോട്ട് പോകട്ടെ. അതൊരിക്കലും മറ്റൊരാൾക്ക് വേദനിപ്പിക്കുന്ന അവസ്ഥകളാവാതെ നിന്റെ മനസ്സും ശരീരവും നിനക്ക് പാർക്കാൻ എന്റെ ശരീരത്തിൽ ഒരു സ്ഥലമുണ്ടെന്നും, ഇത്തരം ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആയിട്ട് മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കാനും കഴിയുമ്പോൾ എന്റെ ഹിതവും ദൈവഹിതവും ഒരേ തരത്തിലേക്ക് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ 11-ാം പടി ചെയ്യുമ്പോൾ സാധ്യമായി വരികയാണ്. അപ്പോ 12-ാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോ വീണ്ടും സർവീസിന്റെ കൺസെപ്റ്റ് കടന്നു വരുന്നു. ഈ കൺസെപ്റ്റുകള് എന്നെ ഒരു സെൽഫ് സെന്റേഡ് ഈഗോ സെൻട്രിക് എന്ന് പറയുന്ന നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വന്തം എല്ലാ കാര്യങ്ങളും നടത്തുകയും കഥ, തിരക്കഥ, സംഭാഷണ സംവിധാനം, നമ്മുടെ പഴയ ബാലേന്ദ്ര മേനോന്റെ കാര്യം പറയുന്ന പോലെ മുഴുവൻ കാര്യങ്ങളും ഞാൻ തന്നെ നടത്തിയാലേ ശരിയാവുള്ളൂ എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് മാറി എന്നോടൊപ്പമുള്ള ആളുകളും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ആര് തന്നെ നടത്തിയാലും
ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, എന്റെ ചിന്തകൾ എന്താണ്, ആര് ചെയ്യുന്നു എന്നുള്ളതിനല്ല ഞാൻ നോക്കുന്നത്. എന്റെ കൂട്ടായ്മയിലും എന്റെ കുടുംബത്തിലും ഒരു ഹീലിംഗ് പ്രോസസ്സ് കൃത്യമായി കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ ആയിരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ഒരു സുഖപ്പെടുത്തുന്നവനായി മാറുന്നു, ഒരു പരിഹാരത്തിന്റെ ഭാഗമായി മാറാൻ എന്റെ പ്രോഗ്രാം എന്നെ പഠിപ്പിക്കുന്നു. എപ്പോഴും പ്രശ്നത്തിന്റെ ഭാഗമാകാനല്ല, എവിടെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പരിഹാരത്തിന്റെ ഭാഗമാകാൻ. അത് കുടുംബത്തിലായാലും കൂട്ടായ്മയിലായാലും ജോലി സ്ഥലത്തായാലും എവിടെയാണെങ്കിലും ഞാനായിരിക്കുന്ന സ്ഥലത്തെല്ലാം ഒരു പരിഹാരത്തിന്റെ സന്ദേശവാഹകനാകാൻ എനിക്ക് കഴിയുമ്പോൾ ഈ മെസ്സേജ് ക്യാരി ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് മാറാൻ കഴിയുന്നു. അപ്പോ പഠിപ്പിച്ച ആ 12ാമത്തെ പടി, ആ, ഈ നടപടികളിൽ നിന്നൊരു ആത്മീയ പ്രചോദനം കിട്ടുമെന്നും, എന്താണ്, ഈ 11 പടികളിൽ നിന്നും ഞാൻ ഒരു ആത്മീയ പ്രചോദനം കിട്ടും. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഞാൻ അറിയാതെ എന്നിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എന്റെ മുഖത്ത് നമുക്കറിയാലോ, നമ്മുടെ കൂട്ടായ്മയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ മറ്റു കുടി നിർത്തി ആളുകളെക്കാൾ സുന്ദരന്മാരാവുന്നത് അവിടെയാണ്. അവർ ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും അവരെ കണ്ടാൽ മനസ്സിലാവും അവരൊരു ഏകാരനാണെന്ന് മനസ്സിലാവും എന്ന് പറയുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല. അവിടെ നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ, ഓരോ മീറ്റിങ്ങിന് ശേഷവും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് കെട്ടിപ്പിടിക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പുതുമക്കാരൻ, ഞാൻ എൻ്റെ ഒരു പഴമക്കാരൻ എന്നെ കാണാൻ വന്നപ്പോ അദ്ദേഹം എന്നെ അങ്ങ് ചേർത്ത് പിടിച്ചപ്പോ എന്റെ കണ്ണറിയാതെ, കാലങ്ങൾക്ക് ശേഷം കണ്ണറിയാതെ നനഞ്ഞൊഴുകി. അദ്ദേഹത്തിന്റെ ജുബയിലൊക്കെ എന്റെ കണ്ണുനീര് പറ്റി. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തിനാ മോനെ നീ കരയണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എന്തിനാ കരയണെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ കാരണം ഇന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പോസിറ്റീവായ വൈബ്രേഷൻ എന്നിലേക്ക് വല്ലാതെ സന്നിവേശിപ്പിക്കപ്പെടുകയാണ്. ആ ആ കരവലയത്തിന്റെ ഉള്ളിൽ ഒരു അല്പസമയം നിന്ന് കഴിഞ്ഞപ്പോ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മാറിപ്പോവാണ്. ഇത് തന്നെയാണ് നമ്മൾ ഓരോ പുതുമക്കാരന് ചേർത്ത് പിടിക്കുമ്പോഴും സംഭവിക്കുന്നത്. അപ്പൊ അത് കിട്ടണമെങ്കിൽ ഈ ആത്മീയ പ്രചോദനം കിട്ടണം. 11 പടികൾ പ്രാക്ടീസ് ചെയ്ത് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്ത് വരുമ്പോൾ ഒരു ആത്മീയ പ്രചോദനം കിട്ടുമെന്നും, ഈ ആത്മീയ പ്രചോദനത്തിന്റെ ഭാഗമായി ആണ് ഈ സന്ദേശം മറ്റു മധ്യാസക്തരിലേക്ക് എത്തിക്കാൻ പറഞ്ഞേക്കുന്നത്. ഈ ആത്മീയ പ്രചോദനം, നിങ്ങൾ ഈ 11 പടിയിൽ നിന്ന് കിട്ടിയ ആത്മീയ പ്രചോദനത്തിന്റെ ഭാഗമായി ഈ സന്ദേശം മറ്റു മധ്യാസക്തരിലേക്ക് എത്തിക്കുവാനും, ഒപ്പം ഈ തത്വങ്ങൾ നിങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കുവാനും. ഏത് തത്വങ്ങള്? ഈ 12 പടികൾക്കും ഓരോ തത്വങ്ങളുണ്ടെന്നും ആ തത്വങ്ങളെല്ലാം കൃത്യമായി നമ്മളുടെ എല്ലാ ജീവിത വ്യവഹാരങ്ങളിലും പാലിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാവും, എന്റെ ചിന്തകൾ ഇന്ന് എന്റെ കൺട്രോളിലാണ്. ഇന്ന് കുടി നിർത്താനുള്ള മാർഗം അന്വേഷിച്ച് ഞാനിവിടെ വന്നെങ്കിൽ ഇന്ന് ഏറ്റവും 2ാം പടിയിൽ പറയാം, എന്നെ ആ സുബോധവാനാക്കാനുള്ള ആ വലിയ ശക്തി എന്നെ ഇന്ന് ഏറ്റവും ആ സന്തോഷത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ ഇവിടെ പ്രശ്നം കുപ്പിയായിരുന്നില്ല, കുപ്പിയോടുള്ള പോരാട്ടം ഇല്ല. ഞാൻ ഇന്ന് കുപ്പിയോട് യാതൊരു വിധത്തിലും പോരടിക്കുന്നില്ല. കുടിക്കുന്നവർ കുടിക്കട്ടെ, സന്തോഷകരമായി അവര് ജീവിക്കട്ടെ. പക്ഷേ ഇന്ന് ഞാൻ പോരടിക്കുന്നത് എന്റെ ചിന്തകളോടാണ്. എന്റെ ചിന്തകളോട് ഞാൻ പോരടിക്കും. എന്റെ അസ്വസ്ഥതകൾ കടന്നു വരുമ്പോ ആ ചിന്തകളോട് ഞാൻ പറയും, മോനെ, എന്നെ നിനക്ക് വീഴിക്കാൻ കഴിയില്ല, എന്നെ ഒരു പെഗ്ഗെടുക്കാൻ ഞാൻ അനുവദിക്കില്ല. കാരണം ഇന്ന് എന്റെ കൂട്ടായ്മയിലൂടെ ഞാൻ കൃത്യമായി സത്യസന്ധതയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. സത്യസന്ധനാകുകയാണ് ഞാൻ എന്നെ വഞ്ചിക്കാൻ തയ്യാറല്ല. ഞാൻ എൻ്റെ ജീവിതം ആ വലിയ ശക്തിക്ക് സമർപ്പിതമാക്കി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് എന്നെ നിനക്ക് കുടിപ്പിക്കാൻ കഴിയില്ല എന്ന് ആ ചിന്തകളെ നോക്കി പറയാണ്. എന്റെ ചിന്താമണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും ആ ആ ആ ഇത്തരത്തിലുള്ള നെഗറ്റീവ് വികാരങ്ങള്, നെഗറ്റീവ് ആളുകള്, നെഗറ്റീവ് സിറ്റുവേഷൻസ്, ഇതെല്ലാം അകലം പാലിക്കുക. അവിടെ ഒന്നും എന്റെ ഇമോഷൻസിനെ ഈ പറഞ്ഞ ചിന്തകൾക്കൊന്നും എന്നെ എന്നെ ബാധിക്കാതിരിക്കാൻ എപ്പോഴും പോസിറ്റീവായ, അതുകൊണ്ട് തന്നെ രാവിലെ ഒരു ഓൺലൈൻ മീറ്റിംഗ് കൃത്യമായി പങ്കെടുക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഫിസിക്കൽ മീറ്റിംഗ് കൃത്യമായി പങ്കെടുക്കും. ഇന്ന് എന്റെ ഹോം ഗ്രൂപ്പ് മീറ്റിംഗ് ആയിരുന്നു. അപ്പോ അങ്ങനെ എല്ലാ ദിവസങ്ങളും ഒരു മീറ്റിംഗ് പോലും മുടങ്ങാതെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആദ്യം ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞ 15 വർഷവും 7 മാസവും 29 ദിവസവുമായിട്ട് ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, യാതൊരുവിധ ലഹരി ഉപയോഗവും ഇല്ലാതെ
ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്തായാലും അവിടെയൊക്കെ എന്നെ ഇപ്പോഴും പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സാധനം തന്നെയാണ് ചിന്തകള്. അവിടെയൊക്കെ ഈ ചിന്തകൾ കടന്നു വരുന്ന സമയം മുതലേ ഇത്തരത്തിലായിരിക്കാൻ അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതിനെ റീപ്ലേസ് ചെയ്യും. എന്തുകൊണ്ടാണ് ഇപ്പൊ എന്നെ പലപ്പോഴും ഈ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും കട്ടൻ കാപ്പി കൊണ്ടുവന്ന് ഭാര്യ വെക്കുമ്പോ ഒരു കറുത്ത കട്ടൻ കാപ്പി ഒരു തുള്ളി മധുരം പോലും ഇല്ലാതെ കൊണ്ടുവന്ന് വെക്കുമ്പോ അപ്പൊ തന്നെ കടന്നു വരും ചിന്ത, ഇതിനകത്ത് ഒരു അല്പം മധുരം, ഈ കയ്പ് ഞാൻ എങ്ങനെ കുടിച്ചിറക്കും? പെട്ടെന്ന് കടന്നു വരും. അപ്പൊ തന്നെ ഞാൻ നെക്സ്റ്റ് മൊമെന്റിൽ ചിന്തിക്കും. നെക്സ്റ്റ് മൊമെന്റിൽ എന്താ ചിന്തിക്കുക? ഞാൻ ഡയബറ്റിക് അല്ലേ, എനിക്ക് മധുരം പാടുണ്ടോ? എന്നെക്കാളും എന്റെ ഭാര്യ അതിനകത്ത് കോൺഷ്യസ് ആയതുകൊണ്ടല്ലേ അവൾ എനിക്ക് ആ മധുരം ഇടാതെ കൊണ്ടുവന്നത്. അത് എന്റെ ഹെൽത്തിനെ കുറിച്ച് അവരുടെ ആശങ്കയല്ലേ. അത് ഞാൻ പോസിറ്റീവായിട്ടല്ലേ അതിനെ ഇതാണ് രണ്ടാമതാണ് ഈ സാധനം വരുള്ളൂ. ആ വികാരത്തെ വിവേക ബുദ്ധിയുമായി കണക്ട് ചെയ്യുന്നതിൽ മധ്യാസക്തൻ പരാജയപ്പെടുന്നു. പെട്ടെന്ന് എടുത്ത് ചാടി വൈകാരികമായി പ്രതികരിക്കുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് ചിന്തിക്കണേയില്ല. ആത്യന്തികമായി ആ വിവേകത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുമ്പോൾ, വിവേകത്തോടു കൂടി അതിനെ കാണാൻ ശ്രമിക്കുമ്പോൾ, ആ സംഭവിച്ചത് മുഴുവൻ കാര്യങ്ങളും നല്ലതിന് വേണ്ടിയായിരുന്നു എന്ന ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. അത് തന്നെയാണ് നമ്മളിപ്പോ ഈ കുടുംബക്കാരായ ആളുകളൊക്കെ കൂട്ടായ്മയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ നിറഞ്ഞ ഒരു മീറ്റിങ്ങിലേക്ക് വരാതിരിക്കും, കൂട്ടായ്മയിൽ വരാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവരോട് നമുക്ക് ശാന്തമായി അവരോട് പറയാം, മക്കളെ ഒന്ന് നിൽക്കൂ, നിങ്ങൾ ഒരു അല്പസമയം കൊടുക്കൂ. ദോശ ചുട്ടെടുക്കണ പോലെ എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. ഇതിനൊരു അല്പസമയം വേണം. ആ സമയം കൊടുത്താൽ തീർച്ചയായിട്ടും ഞങ്ങളിൽ പ്രവർത്തിച്ച ആ വലിയ ശക്തി നിങ്ങളിലും പ്രവർത്തിക്കും. അപ്പൊ അതിനൊരു ടൈം കൊടുക്കാൻ ബാധ്യസ്ഥ. കാരണം എന്റെ ചിന്താമണ്ഡലങ്ങളിൽ മുഴുവൻ നടന്നിട്ടുള്ളത് ഈ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ മാത്രമാണ്. എന്റെ പെട്ടെന്ന് സന്തോഷം വേണം, ഡോപാമിന് പെട്ടെന്ന് ഉൽപാദനം കൂട്ടണം എന്ന് വെച്ചിട്ട് ഞാൻ എന്താണ് അമിഗ്ഡാല എന്നൊക്കെ പറയുന്ന സാധനത്തിലേക്ക് കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ച ആ ചിന്തകൾ, അവിടെ ഉണ്ടായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും മുഴുവനും എന്നെ നശിപ്പിച്ചു. എന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലേക്ക് നശിപ്പിച്ചു. അവിടുന്ന് നേരെ ആ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാൻ അല്പസമയവും അല്പം ബാക്കിയുള്ള ക്ഷമയും ഒക്കെ പരിശീലിച്ച്, കൂട്ടായ്മ പറയുന്ന രീതിയിൽ പരിശീലിച്ചപ്പോ ആ വിവേക ബുദ്ധി, എന്താണ് ഹ്യൂമൻ ബ്രെയിൻ കൃത്യമായി പ്രവർത്തിച്ച് ഇന്ന് നമ്മൾ ഓരോ ദിവസവും കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ, എന്ത് പ്രശ്നം വരുമ്പോഴും ആ പ്രശ്നത്തിന്റെ കൃത്യമായ വിവേചന ബുദ്ധിയോടുകൂടി ആ വിവേക ബുദ്ധി പ്രവർത്തിച്ച് ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. അപ്പൊ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ സമാധാനം കാണാൻ കഴിയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. നല്ല ഒരു സബ്ജക്റ്റാണ്, രാമേട്ടനാണ് എനിക്ക് സബ്ജക്റ്റ് പറഞ്ഞു തന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചപ്പോ ഇത്രയൊക്കെ മനസ്സിൽ കൂടെ പോയി. നമ്മുടെയൊക്കെ ആ ചിന്തകളെ നേരെയാക്കുന്നതില് അത്തരത്തിലുള്ള ഏതൊരു കാര്യത്തിനെ സമീപിക്കുമ്പോഴും നമുക്ക് ആ ചിന്തകളൊക്കെ ഒന്ന് ഷാർപ്പൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എപ്പോഴും അതിന്റെ പോസിറ്റീവായി തന്നെയായിരിക്കും. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് നമ്മുടെ മുന്നേ പോയ ആളുകളും നമ്മുടെ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പൊ ഇതിനെ കൈകാര്യം ചെയ്യാനാണ് നമുക്ക് പ്രശ്നം. ആ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളോട് പറയുന്നു, ഏറ്റവും നന്നായി പെട്ടെന്ന് പ്രതികരിക്കേണ്ടി വരുമ്പോൾ ഒരു 3 പ്രാവശ്യം നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറയുന്നു. നന്നായിട്ട് ശക്തമായിട്ട് ബ്രീത്ത് ചെയ്യുക. അപ്പോ ആ സ്പേസ്, ആ ബ്രീത്തിങ് സ്പേസ് ശരിക്കും നമ്മളുടെ വിവേക ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കും. ആ വിവേക ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കാൻ ഈ ബ്രീത്തിങ് സ്പേസ് നമുക്ക് കിട്ടും. എന്നിട്ട് പ്രതികരിക്കാൻ നമ്മളോട് പറയുന്നു ശരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അത്രയും വലിയ ഒരു ശബ്ദത്തോടു കൂടി ഇതിനെയൊന്നും പ്രതികരിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ ആ അഭിപ്രായം ആയിരിക്കില്ല ആ 2-3 ബ്രീത്തിങ് ടൈം കഴിയുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ചിന്ത. അത് ഞാൻ പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും പല കാര്യങ്ങളും ഇടിച്ചോ പിടിച്ചോ എന്നും പറഞ്ഞ് മറുപടി പറയുന്ന ഒരു സ്വഭാവം. പക്ഷെ ഇപ്പോ ഞാൻ ആ ഒരു രീതിയിലേക്ക് ഈ ചിന്തകൾ മാറിക്കഴിഞ്ഞപ്പോ പലതിനും മറുപടി പോലും പറയണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഈ ഒരു കാഴ്ചപ്പാട് സഹായകമായി എന്നുള്ളതാണ്. അപ്പോ ചിന്തകൾ തന്നെയാണ് പ്രശ്നം. കുടിക്കാൻ തോന്നുമ്പോ കുടിക്കുക, ഭക്ഷണം കഴിക്കാൻ തോന്നുമ്പോൾ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകണം എന്ന് തോന്നുമ്പോൾ സിനിമയ്ക്ക് പോകുക. ഇങ്ങനെയൊക്കെ ഒരു നിയന്ത്രണം ഇല്ലാതെ പോയിരുന്ന ജീവിതം ഇന്ന് കൂട്ടായ്മ ഒരു അടുക്കും ചിട്ടയുടെ രീതിയിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കാരണം ഈ ചിന്തകൾക്കൊക്കെ കുറെ കടിഞ്ഞാണിടാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് നമ്മുടെ പ്രോഗ്രാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്.
എന്തായാലും അത്തരത്തിൽ അങ്ങനെ ആയിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവന്ന് തന്ന പ്രിയപ്പെട്ട രാമേട്ടനോട് ആത്മാർത്ഥമായി നന്ദി കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നന്ദി. സെബാസ്റ്റ്യൻ ചേട്ടാ, നന്ദി. താങ്ക് യു ബൈച്ചേട്ടാ, ഇത്ര നേരം ഞങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട്